ഏവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാർ ഒപ്പുവെക്കാൻ തൊട്ടടുത്തെത്തിയിരിക്കുന്നുവെന്ന് ഇമ്പോസിഷൻ എഴുതുന്നത് പോലെ ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിലെത്തുകയും അത് ആയുധങ്ങളിൽ ഘടിപ്പിക്കാനുള്ള ഗ്രേഡിൽ എത്തിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് UN ആണവ നിരീക്ഷണ സംഘങ്ങളുടെ രഹസ്യ റിപ്പോർട്ട് നെതന്യാഹുവിനെയും ട്രംപിനെയും ഒക്കെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കാൻ നെതന്യാഹു തയ്യാറെടുക്കുന്നു എന്ന് ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാനെ ഭീഷണിപ്പെടുത്താനും അമേരിക്കയുമായി ഒരു കരാറിന് വേഗത്തിൽ അവരെ എത്തിക്കാനുമൊക്കെയായി അടിച്ചു വിട്ടതാണെങ്കിലും ഇപ്പോൾ സ്വന്തം പോസ്റ്റിലേക്ക് ഗോളടിച്ച ഒരു അവസ്ഥയിലാണ് ട്രംപ് ഉള്ളത്. ഈ ഭീഷണികൾ വിശ്വസിച്ചുകൊണ്ട് ഇറാൻ അവരുടെ മിസൈലുകളിലേക്ക് ആണവ പോർമുനകൾ ഘടിപ്പിക്കുന്ന അവസാന ഘട്ടത്തിലാണ് എന്ന് ആണവ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ട്രംപിൻ്റെ മണ്ടത്തരങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടി എഴുതി ചേർക്കാവുന്നതാണ്. വേലിയിലിരുന്ന പാമ്പിനെ എടുത്താണ് അയാൾ ഇപ്പോൾ മടിയിൽ വെച്ചിരിക്കുന്നത്. ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കി ബലമായി തന്നെ അവരുടെ ആയുധ ശേഖരങ്ങളും ആണവ കേന്ദ്രങ്ങളുമൊക്കെ പരിശോധിക്കാം എന്നൊരു ചിന്തയായിരുന്നു ട്രംപിനെ ഇറാനുമായി ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ചർച്ചകളിലൂടെ അമേരിക്കയ്ക്ക് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ ചർച്ചകളെ വലിച്ചു നീട്ടി എങ്ങുമെത്താത്ത തരത്തിലാക്കി നിർത്തുകയാണ് ഇറാൻ ചെയ്തത്. വാഗ്ദാനങ്ങളും തർക്കങ്ങളും ഒക്കെയായി ട്രംപിന്റെ ശ്രദ്ധ തിരിച്ച് ആ തക്കത്തിൽ തങ്ങളുടെ പണികൾ വേഗത്തിൽ തീർക്കുന്ന ഒരു തന്ത്രമാണ് ഇതിലൂടെ ഇറാൻ പ്രയോഗിച്ചത്. അതോടൊപ്പം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനവും അറബ് രാഷ്ട്രങ്ങൾ അയാൾക്ക് വലിയ പാരിതോഷികങ്ങൾ കൊടുത്തതും അതിന് തൊട്ടു പിന്നാലെ സൗദി രാജാവ് ഇറാൻ സന്ദർശിച്ചതുമെല്ലാം ഇറാനും ഖത്തറും ദുബായും സൗദിയും ഒക്കെ ആയിട്ടുള്ള രഹസ്യ ഇടപാടുകളുടെ രാഷ്ട്രീയ അടിയൊഴുക്കുകളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഇവർ ട്രംപിനെ മനഃപൂർവ്വം വീഴ്ത്തുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അറബ് രാഷ്ട്രങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാം എന്ന് വിലയിരുത്തുന്നതിൻ്റെ കാരണം നെതന്യാഹുവിനെയോ ട്രംപിനെയോ യൂറോപ്പിനെയോ ഒന്നും അറബികൾക്ക് പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസമില്ല എന്നതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ ഇറാൻ ആണവരാജ്യമാകുന്നതിനെ അമേരിക്ക മാത്രമല്ല യൂറോപ്പും അതിശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഞങ്ങൾ യൂറോപ്പ് ഇറാനെതിരായി ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇവന്മാർ ഒറ്റയെടുത്തിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അറബികൾക്ക് നന്നായി തന്നെ അറിയാം. ഇറാനെ കൊണ്ട് ആണവ കരാറിൽ ഒപ്പുവെപ്പിച്ച് അവരുടെ സകല കീശയും കയറി പരിശോധിച്ച് ആണവശേഷി ഉണ്ടെങ്കിൽ അത് മരവിപ്പിച്ച് അവരുടെ ആയുധങ്ങളുടെ എണ്ണവും പവറും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാൻ തിരിച്ചാക്രമിക്കുന്നതിലൂടെ ഖത്തറും സൗദിയുമെല്ലാം തവിട് പൊടിയാകും എന്ന് അറബികൾക്ക് നന്നായി അറിയാം. അതിലൂടെ സദ്ദാമിന് ശേഷം അമേരിക്കയ്ക്ക് കൈവിട്ടുപോയ ഇപ്പോഴത്തെ സമ്പന്ന സൗദിയും ഖത്തറുമെല്ലാം വീണ്ടും അമേരിക്കൻ ആധിപത്യത്തിന് കീഴിലെത്തിക്കാൻ പോകുന്ന മനസ്സ് ട്രംപിനുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. ഈ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കാനാണ് അറബികൾ വളരെ കരുതലോടെ നീങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അപകടങ്ങളെല്ലാം മനസ്സിലാക്കി തങ്ങൾക്കൊപ്പമുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ഇറാൻ ആണവശേഷിയുള്ള രാജ്യമാകുന്നതിൽ അറബികൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതുവരെ അമേരിക്കയെ ഭയന്ന് ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ തന്നെ അവസാനിപ്പിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പുതിയൊരു വഴിത്തിരിവാണ്. അത് യൂറോപ്പിനെയും അമേരിക്കയും ഒക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തൊട്ടടുത്ത് കിടക്കുന്ന ഇറാൻ തന്നെയാണ് എന്ന തിരിച്ചറിവിൻ മൂലം ഉണ്ടായതാണ്. ആണവശേഷിയുള്ള ഇറാനെ തൊടാൻ ഇനി നെതന്യാഹുവോ ട്രംപോ മടിക്കും എന്നതാണ് സത്യം. ട്രംപിൻ്റെ വാചകമണി ഇപ്പോൾ ശരിക്കും ഇറാന് തന്നെയാണ് ഗുണമായി മാറിയിരിക്കുന്നത്. ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം മെയ് 7 വരെ ഇറാൻ 468 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്നാണ്. ഇത് ആയുധ നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ അവർ പറയുന്ന ഗ്രേഡ് ഹിരോഷിമയിൽ അമേരിക്ക ഇട്ടതിൻ്റെ 17 ഇരട്ടിയിലധികം ഈൽഡ് സാധ്യതയുള്ളത് എന്നാണ്. ഇനിയും കൂടുതൽ നാശത്തിൻ്റെയും പ്രഹരശേഷിയുടെയും വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇസ്രായേലിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഈ ഭയം കൊണ്ട് അത് തടയാനാണ് അമേരിക്കയും ഇസ്രായേലും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2000 തന്നെ ഇറാൻ ന്യൂക്ലിയർ പോർമുനകൾ വഹിക്കാനുള്ള ക്രൂയിസ് മിസൈലുകൾ തയ്യാറാക്കിയിരുന്നുവെന്നും ഇപ്പോൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം
ഈ മിസൈലുകളിലേക്ക് ഘടിപ്പിക്കുന്ന തിരക്കിട്ട ജോലി ഇറാൻ നിർവഹിക്കുന്നു എന്നുമാണ് ആണവോർജ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ഒരിക്കലും ഒരു ദീർഘയുദ്ധത്തിന് കാത്തു നിൽക്കാതെ ഇറാനെതിരെ ആണവ മിസൈലുകൾ പ്രയോഗിച്ചേക്കാം എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അത്തരം ആക്രമണത്തെ തടയാൻ പകരം അതേ ആണവ മിസൈലുകൾ കയ്യിൽ വെച്ചാൽ നെതന്യാഹു ആ അപകടകരമായ കാര്യത്തിന് തയ്യാറാവില്ല എന്ന വിശ്വാസത്തിലാണ് ഇറാൻ മിസൈലുകൾ ധൃതിയിൽ തയ്യാറാക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം. അതല്ലാതെ ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം അണുബോംബിട്ട് കളിക്കും എന്നൊന്നും ആരും വിശ്വസിക്കേണ്ടതില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇറാനെ ആക്രമിക്കുക എന്ന സ്വപ്നം തകരുന്നത് കണ്ട് ഇവന്മാർ ഞങ്ങളുടെ പുക കണ്ടേ അടങ്ങൂ, അതുകൊണ്ട് ഇറാനെ തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഇറാന്റെ ആണവ കേന്ദ്രത്തിന്റെ ഒരു ഫോട്ടോ പൊക്കി പിടിച്ചുകൊണ്ട് നെതന്യാഹു നിലവിളിക്കുന്ന ചിത്രം ഇന്നലെ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ നിലവിളി ഇതുവരെ ഉണ്ടായിരുന്ന നെതന്യാഹുവിന്റെ സകല ധൈര്യത്തെയും ചോർത്തിക്കളയുന്നതിന്റെ സൂചനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആണവ പദ്ധതി ഇറാന്റെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്, അത് ആയുധമാക്കാൻ പാടില്ല, അതുകൊണ്ട് ഇറാനെ തടയണമെന്ന് നെതന്യാഹു ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അയാൾ ഗസയിൽ തുടരുന്നത് ന്യായീകരിക്കാനാവാത്ത വംശഹത്യയുടെ കണക്കുകൾ കൂടി പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ നെതന്യാഹുവിന്റെ ഈ വിലാപത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇറാന്റെ ആണവായുധ പൂർത്തീകരണം നെതന്യാഹുവിന് നിരാശ നൽകുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇനി ആരെയും ഭയക്കാതെ കഴിയുക എന്ന ആത്മവിശ്വാസത്തിന്റെ സമവാക്യമാണ് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതുവരെയുള്ള വൈരം മറന്നുകൊണ്ട് ഇറാനും മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഒത്തുചേരാനാണ് വരും കാലങ്ങളിലെ സാധ്യത. അത് ലോകത്ത് പുതിയൊരു മിഡിൽ ഈസ്റ്റ് ശക്തിയായി വളരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.